എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇന്ന് ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ക്രിസ്മസ് സന്ദേശം നമുക്ക് നൽകാനുമായി നമുക്കൊപ്പം ചേരുന്നത് മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ. പിതാവേ, എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുകയാണ്. ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ വളരെ പോസിറ്റീവാണ്, നമുക്ക് ഊർജം നൽകുന്നതാണ് ആഘോഷങ്ങൾ. ഇപ്പോഴത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തെയൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്മസ് എപ്പോഴും നൽകുന്നത് ഒരു പുതിയ വെളിച്ചമാണ്. നമ്മൾ ക്രിസ്മസിനെ ആശംസിക്കുന്നത് ഹാപ്പി ക്രിസ്മസ് എന്നാണ്. അത് നമുക്ക് മനസ്സിൽ ആഗ്രഹമുള്ളതും ആവശ്യമുള്ളതും നമുക്ക് ലഭിക്കുമെന്ന് പ്രത്യാശയുള്ളതുമായ കാര്യമാണ്. മനസ്സിൻ്റെ ഒരു സന്തോഷം അത് നമ്മൾ പങ്കുവയ്ക്കുന്നു. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ആ മനസ്സിൽ കണ്ടുകൊണ്ട് ഐ വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നതും ലഭിക്കേണ്ടതും ലഭിച്ചതുമായ ഒരു സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുന്നു. ഇത് ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒരുപക്ഷെ എല്ലാ തിരുനാളുകൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ക്രിസ്മസിൻ്റേത് ഒരു കൂടുതൽ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ ബന്ധത്തിൻ്റെ അനുഭവമായതുകൊണ്ട് അത് കുറച്ചുകൂടി ഒരു സ്ഥായിയായ രൂപത്തിലേക്ക് വരുന്നു. ഐ വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ് എന്ന് ഒരു വാക്കുകൊണ്ട് പറയുന്നതിനപ്പുറത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതാണ് പ്രത്യാശ തരുന്നത്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയോടും നമ്മൾ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ, സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും അതൊരു സന്തോഷമാണ്. കർദിനാൾ എന്ന് പറഞ്ഞൊരു മഹത്തായ പദവിയിൽ താങ്കൾ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഊർജ്ജം അതിലേറെയാണത്. താങ്കളുടെ അടുത്തിരിക്കുമ്പോൾ എനിക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ പൗരോഹിത്യത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഐസക് എന്ന കുട്ടിയിലേക്ക് താങ്കൾ എപ്പോഴൊക്കെ പോകാറുണ്ടോ? ഈ ക്രിസ്മസ് കരോൾ സർവീസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മ അങ്ങോട്ട് പോകും. കുഞ്ഞുനാളിൽ വലിയ സന്തോഷമുള്ള ക്രിസ്മസിന് പരീക്ഷയുണ്ട് സ്കൂളിൽ. ആ പരീക്ഷ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് കരോൾ സർവീസാണ്. അത് പ്രാക്ടീസ് പള്ളിയിൽ പോയി പാടി പരിശീലിച്ച് അന്ന് ഇടവകയിലെ എല്ലാ വീടുകളിലും അന്ന് പോകും. ഇടവകയിലെ അടുത്തുള്ള വീടുകൾ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള വീടുകൾ ഒക്കെ പോകും. അപ്പോൾ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പോകും. അതൊരു വലിയ സന്തോഷമാണ്. കാരണം എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ ഒരിടത്തും ഒരു ദുഃഖത്തിൻ്റെ കാര്യമല്ലല്ലോ, വളരെ സന്തോഷത്തിൻ്റെ. തീരെ പാവപ്പെട്ട കുടുംബങ്ങളിലാണെങ്കിലും അവർ ഒരു കഷ്ണം കേക്ക് അവർ കരുതി വച്ചിരിക്കും. അപ്പോൾ അതൊരു കുട്ടിക്കാലം മുതൽ അനുഭവിച്ചു. പിന്നീട് പഠിക്കാനൊക്കെ പല രാജ്യങ്ങളിൽ ജോലിക്കൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ വ്യത്യസ്തമായ തലങ്ങളാണ്. എങ്കിലും ക്രിസ്തുമസ് എപ്പോഴും നമ്മളെ കുറച്ചുകൂടി ഉന്മേഷഭരിതരാക്കുന്നുണ്ട്. അത് ഏത് തലത്തിൽ ആഘോഷിച്ചാലും ഏത് രാജ്യത്ത് ആഘോഷിച്ചാലും അതൊരു വലിയ സന്തോഷത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഈ കരോൾ സർവീസ് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ ക്രിസ്മസിൻ്റെ ആ ഒരു ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നയാളാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ അന്തരീക്ഷം, സന്തോഷം, സമ്മാനം. മല്ലപ്പള്ളിയിലെ ക്രിസ്മസ് പിന്നീട് കൂടാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങോട്ടേക്ക് താങ്കളുടെ ഒരു പടിപടിയായുള്ള ഒരു കയറ്റം ഓരോ ഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിന് ഏറ്റവും വലിയ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പ്രോട്ടോക്കോളൊന്നും ഇല്ലല്ലോ. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു മകനാണ്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ആരായാലും അമ്മയുടെ മകനാണ്. അപ്പോൾ എനിക്ക് അമ്മയാണ്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒക്കെ ഞാനിപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും മാത്രമേ അവിടെ ഉള്ളൂ. എങ്കിലും വീട്ടിൽ ക്രിസ്മസിന് ചെല്ലുക എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നു. എനിക്കും ഒരു സന്തോഷമാണ്. താങ്കളെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയ ഒരു ചോദ്യം, നമ്മൾ കേട്ടിട്ടുണ്ട് ചില കുട്ടികളൊക്കെ അമ്മയും അച്ഛനും അച്ഛനാകണം എന്ന് പറഞ്ഞ് അച്ഛൻ പട്ടത്തിന് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടാറുണ്ട്. ചില കുട്ടികൾക്ക് സ്വന്തമായിട്ട് തോന്നി പോകാറുണ്ട്. താങ്കൾ അത് ഏത് വിഭാഗത്തിലാണ്? ഞാനത് എൻ്റെ കൊച്ചിലേ മുതലുള്ളൊരാഗ്രഹം വൈദികനാകണമെന്നുള്ളതായിരുന്നു. പക്ഷെ ഞാനത് ഭയം കൊണ്ടും ആരും അറിയണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞിരുന്നില്ല. അത് 10ാം ക്ലാസ് പാസ്സായ സമയത്താണ് ഞാനത് വിവരം പുറത്ത് പറയുന്നത്. മറ്റൊരു ചോയ്സ് എൻ്റെ മനസ്സിലില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല എൻ്റെ ആഗ്രഹം, ഇതാണ് എൻ്റെ ആഗ്രഹം.
സ്വാഭാവികമായി പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംബന്ധിച്ച് നടക്കുമ്പോൾ ഒരുപക്ഷെ അവർ ചിന്തിച്ച് കാണുമായിരിക്കും. പക്ഷേ ഞാനത് കൃത്യമായി പുറത്ത് പറഞ്ഞത് SSLC പരീക്ഷയോടുകൂടി ചേർത്താണ്. താങ്കളുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നത് മതത്തിനതീതമായ സംസാരമാണ് താങ്കളുടേത്. പക്ഷെ ഇപ്പോൾ പലയിടത്തും ഉണ്ടാകുന്ന ഇപ്പോൾ ആഘോഷങ്ങൾ, എല്ലാവർക്കും ആഘോഷങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ ആഘോഷങ്ങളെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. പാലക്കാടൊക്കെ നല്ലേപ്പള്ളി സ്കൂളിലൊക്കെ ഉണ്ടായത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത് ഈ കാലത്ത്? അത് ക്രിസ്മസ് എന്ന് മാത്രമല്ല, ഏതൊരു കാര്യത്തിലും മറ്റൊരാളിൻ്റെ ഒരു ന്യായമായ സ്വാതന്ത്ര്യം അതിൽ കൈവയ്ക്കാൻ നമുക്കെന്ത് അധികാരം? നമുക്ക് കൈ ഒരാളെ നേരെ ചൂണ്ടാൻ സാധിക്കും, പക്ഷെ ദേഹത്ത് സ്പർശിക്കണമെങ്കിൽ അനുവാദം വേണം, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നാം അത് ഏത് മതവിഭാഗമോ ഏത് വിശ്വാസമോ എന്നുള്ളതല്ല. അതാണല്ലോ നമ്മുടെ ഭാരതീയമായ സംസ്കൃതി. നമ്മൾ ഒരുപോലെയല്ല, വ്യത്യസ്തരാണ്, പക്ഷേ നാം ഒന്നാണ്. ഒരു നമ്മൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പരിശോധിച്ചാൽ വേഷവിധാനങ്ങൾ, ആഹാര രീതികൾ, സംസാര രീതികൾ, ജീവിതത്തിൻ്റെ ഉപജീവന മാർഗങ്ങൾ, ഇപ്പോൾ ചിലർ പറയും ഇതെല്ലാം നമുക്ക് ഒരുപോലെ ആക്കണമെന്ന്. ഒരുപോലെ ആക്കുമ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഒരുപോലെ ആക്കിയാൽ വരുമാനവും ഒരുപോലെ ആക്കുമോ? ഒരേ പെൻഷനെന്ന് പറഞ്ഞിട്ട് പോലും വ്യത്യസ്ത അഭിപ്രായമാണ്. അപ്പോൾ ഇത് വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തതയിൽ നമ്മൾ ആകുലരാകുകയോ ഉത്കണ്ഠാകുലരാകുകയോ അസ്വസ്ഥരാകുകയോ വിദ്വേഷം കൊണ്ട് നടക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത് ഒരു വിശ്വാസപരമായൊരു കാര്യത്തിൻ്റെ ആഘോഷം നടക്കുന്നു. എന്തിനാണ് നമ്മളത് മനസ്സ് അതിനെക്കുറിച്ച് ഒരു വേവലാതിപ്പെടുന്നത്? അത് ആരാന്നുള്ളതല്ലല്ലോ. അവരുമായി നമുക്കെല്ലാം പങ്കുവയ്ക്കാം, സ്കൂളിൽ പഠിക്കാം, കോളേജിൽ പഠിക്കാം, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാം, ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യാം, ഒരേ ബസ്സിൽ പോകാം, ഒരേ ഭക്ഷണം കഴിക്കാം, ഒരേ ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ഇതെന്താ? അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർക്ക് പ്രാർത്ഥിച്ചുകൂടെ? ഇങ്ങനെ ഒരു തുറന്ന മനസ്സുണ്ടെങ്കിൽ ഈ കാര്യം സാധിക്കും. ഇതിൽ ഒരു പരിധി കഴിഞ്ഞ ഒരു ഒരു അതിരുവിട്ട ഒരു ഒരു മതചിന്ത ഒരു വിഭാഗത്തിനും ആവശ്യമില്ല. മനുഷ്യനെ മാനിക്കാത്ത ഒരു ദൈവം ഇല്ല. ഈ ക്രിസ്മസ് കാലത്ത് സംഭവിച്ചതാണല്ലോ നമ്മൾ പറയുന്നത്. അതായത് മനുഷ്യൻ്റെ മഹത്വം മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ചു. അതാണ് ഉണ്ണിയേശു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പാഠം. ഇസ്രായേലിനെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, യേശുവിൻ്റെ സ്വന്തം നാടാണ്. ഇപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എവിടെ നിന്നേനെ, എന്തിനൊപ്പം നിന്നേനെ? അങ്ങനത്തെ ചോദ്യം ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ പറയാം. അത് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കേണ്ടി വരും. കാരണം യേശുവിൻ്റെ, അതായത് ഈ തകർക്കപ്പെട്ട് നിലംപരിശായി പോയ ഒരു സ്ഥലത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ രക്തം ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. അതെന്താ അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കതേക്കുറിച്ചൊരു വിഭാഗീയമായ ഒരു വ്യാഖ്യാനം പറയാൻ ആഗ്രഹമില്ല. എങ്കിലും വധിക്കപ്പെട്ടത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ദൈവപുത്രനാണ്. ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയവരുണ്ട്. അതുതന്നെ ഒരു സൂചനയാണ്. ഇത് നീതീകരിക്കത്തക്കതല്ലെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം, ഈ വധം. അപ്പോൾ നീതിമാൻ്റെ മേൽ കൈവച്ച് നീതിമാൻ ഇല്ലാതായി ആ സ്ഥലത്ത് ഇപ്പോൾ യേശു വന്നാൽ എങ്ങനെ ഇരിക്കും, എന്ത് പറയും, എന്തായിരിക്കും എന്ന് സത്യത്തിൽ അത് മറുപടി പറയാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. യേശു എവിടെയാണ് കാണപ്പെടുക? ഇനി അവിടെ കാണപ്പെടുമോ? അറിഞ്ഞുകൂടാ. അതോ ഇനി വേറെ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം മാറുമോ? അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ ചോരയുടെ വഴി ഒരിക്കലും സാധ്യമല്ല. തീർച്ചയായിട്ടും. താങ്കളെക്കുറിച്ച് വായിക്കുമ്പം മറ്റൊന്ന് ഏറ്റവും ആകർഷണീയമായി തോന്നുന്നത് ഏറ്റവും ചെറിയ പ്രായത്തിൽ കർദിനാളാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി മാർപ്പാപ്പ വരെ ആയേക്കാം, ഞങ്ങളുടെ ഒരു അഹങ്കാരമാണ് കേട്ടോ പറയുകയാണ്. അപ്പോൾ ആ ഒരു വഴി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ ഇത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന
അന്ന് പോപ്പ് താങ്കളെ കർദിനാളായി പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയമൊക്കെ ഒന്ന് ഓർക്കാമോ? ദൈവനിയോഗം എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശ്വര നിശ്ചയം എന്ന് പറയും അല്ലോ. അപ്പോൾ അതിൽ ദൈവം ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അവിടത്തേക്കൊരു പദ്ധതിയുണ്ട്. അവിടുത്തെ പദ്ധതി എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ അതിൻ്റെ ചുരുൾ അഴിഞ്ഞു വരുന്നത് ഓരോ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ, ശുശ്രൂഷകളൊക്കെ ദൈവം അംഗീകരിക്കുന്നു, ദൈവത്തിന് സ്വീകാര്യമാണ് എന്ന ഒരു അടിസ്ഥാന സാധൂകരണം എന്നെ ബലപ്പെടുത്തും. അപ്പോൾ ഞാൻ വൈദികനായിരുന്നപ്പോൾ, അല്ലെങ്കിൽ അതിനുശേഷം ഒരു സഹായ മെത്രാനായി അമേരിക്കയിൽ കുറച്ച് നാൾ, ഇവിടെ തിരുവനന്തപുരത്ത്, വീണ്ടും തിരുവല്ലയിൽ എൻ്റെ ജന്മസ്ഥലം, ആ രൂപതയിൽ അതിരൂപതയാകുന്നു. പിന്നീട് ഞാൻ 2007 തിരുവനന്തപുരത്ത് ഇവിടുത്തെ സഭയുടെ ചുമതലയും ഈ മേജർ അതിരൂപതയുടെ അധ്യക്ഷനുമായിട്ടൊക്കെ വരുന്നു. കർദിനാളായിട്ട് എന്നെ മാർപ്പാപ്പ തിരുമേനി നിയമിക്കുന്നു. എന്നെ വ്യത്യസ്തനാക്കുന്ന ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ, പടിപടിയായി എനിക്ക് ലഭിച്ച ചില പ്രൊമോഷൻസ് അല്ല, എനിക്ക് ലഭിച്ച ചില നിയോഗങ്ങളാണ്. അതായത് എനിക്ക് ലഭിച്ചിട്ടുള്ള ദൈവനിയോഗത്തിൻ്റെ സ്ഥിരീകരണം. ഞാൻ പോകുന്ന വഴി അത് ശരിയാണോ എന്ന് തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇനി ഈ അധികാരം, പദവി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കാനുള്ള ആ ജോലിയുടെ പേരെന്ന് വിചാരിച്ചാൽ മതി. അതിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് നിരപ്പാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. ഞാനതിൽ പരിപൂർണ സംതൃപ്തനാണ് ഈ വഴികളിൽ. അതിൻ്റെ അർത്ഥം ഞാൻ പരിപൂർണമായി എല്ലാം ചെയ്തു എന്നല്ല, അങ്ങനെ ഒരു വിചാരമില്ല. ഐ ട്രൈ ടു ബി ഓൾവേസ് ലോയൽ ടു മൈ വൊക്കേഷൻ. എൻ്റെ ജീവിതത്തിൻ്റെ വിളിയോട് ഞാനൊരു കൂറ് പുലർത്താൻ ശ്രമിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ എന്നേ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. നമ്മൾ നേരത്തെ ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. കേരളത്തിൽ യുവാക്കളുടെ എണ്ണം കുറയാ. കേരളത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നവർ കുറവാണ്. പുറത്തു പോകുന്നു, പക്ഷെ അവർ തിരിച്ചു വരുന്നില്ല, ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ആവുകയാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവർ കൂടുതൽ പേര് അങ്ങോട്ടേക്ക് പോകുന്നു. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഏതൊരു ആഘോഷവും, ഇപ്പോൾ ക്രിസ്മസ്, ജീസസ് ഈസ് ബോൺ, യേശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തുടങ്ങുന്നതും എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നതുമല്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്മസ്. അതൊരു ഒരു പ്രത്യേക മുഹൂർത്തത്തെ സൂചിപ്പിക്കുന്നത് ഈ അനൗൺസ്മെൻറ്റ്. നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതാണ്. എൻ്റെ ദൈവത്തോടുള്ള ബന്ധം, എൻ്റെ സഹജീവികളോടുള്ള ബന്ധം, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധം, എന്നോട് തന്നെയുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വം, ഇതെല്ലാം വരുന്നതാണ്. ഞാൻ തനിയെ ക്രിസ്മസിന് ഒരു തിരി കത്തിച്ച് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ആഘോഷമാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവരോട് ചേർന്നാണ്. നമ്മുടെ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ യുവജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പഠനമോ ജോലിയോ ഒക്കെ ആയിട്ട് പോകുന്നു. നമ്മളിവിടെ കുറേ, അവരെ ഒരു ബഹുമാനത്തോടുകൂടി തന്നെ പറയുന്നു, മുതിർന്ന ആളുകൾ കൂടി നമ്മൾ ഇത് ആഘോഷിക്കുന്നു. അത് ആഘോഷിക്കുന്നതിന് അർത്ഥ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വെർ ഈസ് അവർ യൂത്ത്? അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഇതിനെന്താ സൊല്യൂഷൻ? നമ്മൾ ഒരു നിയമം, ദേശീയമായൊരു നിയമം ഉണ്ടാക്കുക. ഇനി 31-ാം തീയതിക്ക് ശേഷം ഒരു യുവാവിനെയും യുവതിയെയും ഇവിടുന്ന് പുറത്തേക്ക് വിടുകയില്ല. അങ്ങനൊന്നും അല്ലല്ലോ. ഇനിയും അവർ പോകുന്നിടത്തേക്ക് നമ്മളും പോവുക. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവർക്ക് കൂടി ഇവിടെ മാന്യമായ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ ഇവിടെ തുറക്കണം. പുതിയ വ്യവസായങ്ങളോ സംവിധാനങ്ങളോ തുറക്കുമ്പോൾ ഇവിടെ ജോലി സാധ്യതകൾ ഇവിടെ കൂടുന്നു. നമ്മുടെ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകരുത് എന്ന് പറയാൻ എനിക്ക് അവകാശമുള്ളത് അവരെ ഇവിടെ നിലനിർത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷമാണ്. അല്ലെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ്.
എനിക്ക് അവിടെ ഒന്ന് ചോദിക്കാനുണ്ട്, ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞത് വലിയ വിഷയമാണ്, നമ്മൾ വലിയ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. താങ്കൾ ഇപ്പോൾ ഒരു വിദൂര ഭാവിയിലെങ്കിലും നമുക്കതൊന്ന് ഓക്കെ ആയി വരാൻ നമുക്ക് കഴിയും, നമ്മുടെ കേരളത്തിന്, നമ്മുടെ ഭാരതത്തിന് കഴിയുമെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? താങ്കൾ എത്രത്തോളമാണ് അതിനെ വിലയിരുത്തുന്നത്? നമ്മളിത് താമസിക്കും തോറും നമ്മുടെ അവസാനത്തെ വണ്ടിയും കയറിയ ആളുകൾ പോകുന്നു എന്ന് പറയുന്നതിൽ മനസ്സ് വേദനിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകണം. അത് അവർ നമ്മുടെ രാജ്യം വിട്ടു പോകുന്നതിൻ്റെ പ്രശ്നമല്ല. ഞാൻ വിദേശത്ത് പഠിച്ച ആളാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ എവിടെ പോയാലും ത്രിവർണ്ണ പതാകയുടെ ഒരു സ്വീകാര്യത മറ്റൊരു പതാകയും എന്നിൽ നിന്ന് എടുത്തിട്ടില്ല, തന്നിട്ടില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളൊരു ബ്ലൈൻഡായ ഒരു തിയറിയിൽ പോകണമെന്നല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വികസനത്തിന് ആര് വന്ന് നമ്മെ സഹായിക്കും? ബ്രിട്ടീഷുകാർ വരത്തില്ല, അവർക്ക് നമുക്ക് ഉപദേശം തരാൻ പറ്റും. ബട്ട് ഹൂ ആർ ദെയർ ടു ബിൽഡപ്പ് അവർ കൺട്രി? നമ്മൾ തന്നെ ചെയ്യണം. അത് സ്വാർത്ഥതയല്ല, അതൊരു വംശീയ ഭാവവുമല്ല. അപ്പോൾ അതിനുള്ള സാധ്യത എന്താ? വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ സമ്പ്രദായങ്ങളും പുതിയ സ്വാതന്ത്ര്യബോധവും ഇവിടെ നൽകണം. നമുക്ക് ആകെ അനുവദിക്കപ്പെടുന്ന ഒരു കാര്യം എന്തുവാ? വിദ്യാലയങ്ങളിലെ രാഷ്ട്രീയം വേണോ വേണ്ടയോ, ഇതാണ് നമ്മളുടെ ചിന്ത. ദാറ്റ് ഈസ് നോട്ട് ദി അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ പക്ഷേ ഇവിടുത്തെ പദ്ധതിയായിട്ട് കാണേണ്ട കാര്യം, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ മാന്യമായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പദ്ധതിക്ക് കഴിയുമോ? കഴിയില്ലെങ്കിൽ പൊളിച്ചെഴുതണം. മറ്റുള്ളവർക്ക് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് പിന്നെ ഒരു സ്വാതന്ത്ര്യബോധത്തിലേക്കും ചുമതലാബോധത്തിലേക്കും നമ്മുടെ യുവജനതയെ കൊണ്ടുവരുന്നതിന് പര്യാപ്തമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് പരിഷ്കരിക്കണം. ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. സാധ്യമാകുന്നത് ഒറ്റ ഒരു കാരണത്തിൻ്റെ പേരിലായിരിക്കും. അതായത് ഈ യുവജനതയെ നമുക്ക് നഷ്ടമാകുന്നല്ലോ എന്ന് കരുതുമ്പോഴാണ്. അവരും കൂടെ പോയിട്ടാകട്ടെ എന്ന് കരുതുമ്പോൾ ഇവിടെ ആരൊക്കെ അവശേഷിക്കും? അറിഞ്ഞുകൂടാ. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി പോസിബിലിറ്റി. വിദ്യാഭ്യാസമേ അതിന് വഴിയുള്ളൂ. ആ വഴിയിലൂടെ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇതിന് നമ്മൾ പലപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യും. മഹാത്മജി പറഞ്ഞത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഗ്രാമങ്ങളിൽ കുടികൊള്ളുന്ന ഭാരതത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തണം എന്ന് വെച്ചാൽ, ഇനിയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത തലമുറകൾ ഗ്രാമങ്ങളിലുണ്ട്. അവർ മുഖ്യധാരയിലേക്ക് വരണം. കാരണം മറ്റുള്ളവർക്ക് ഓൾറെഡി ഒരു വഴി അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗ്രാമങ്ങളിലെ പുതിയ തലമുറയുടെ ഭാരതീയ ഭാവം അല്ലെങ്കിൽ ദേശീയ ഭാവം, അതിനെ കണ്ടെത്താനുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ രൂപീകരിക്കണം. അത് സായിപ്പിൻ്റെ വിദേശ യൂണിവേഴ്സിറ്റിയെ ഇങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യലല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള, നമ്മുടെ സംസ്കാരത്തെ മറച്ചു വയ്ക്കാതെയുള്ള ഒരു പാഠ്യ പദ്ധതിക്ക് സാധ്യതയുണ്ട്, അനിവാര്യതയുമാണ്. തീർച്ചയായിട്ടും. പുതുതലമുറയെക്കുറിച്ചും മാറ്റത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇനി ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ, കാണാറുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് പറയുക? അത്യാവശ്യം. അതിനുവേണ്ടി ഞാൻ സമയം കളയാറില്ല. കാരണം അതിന് എനിക്ക് അത്യാവശ്യത്തിന് അത് ഉപയോഗിക്കണമെന്നറിയാം. പക്ഷേ അതെൻ്റെ സമയം മുഴുവൻ അപഹരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ലോകത്തിലുള്ള എല്ലാവരും അതേക്കുറിച്ച് എന്തു പറയുന്നു എന്ന് അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. ബട്ട് ഐ ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എഴുത്തും വായനയും അല്ലാതെ താങ്കൾ ഇഷ്ടപ്പെടുന്ന വിനോദം, സിനിമ, പാട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. സിനിമ കാണുമെന്ന് ചോദിച്ചാൽ കാണും. യാത്രയൊക്കെ ചെയ്യുമ്പോൾ, ഈ വിദേശത്തൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ നല്ല സിനിമ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫ്ലൈറ്റിലൊക്കെ ആകുമ്പോൾ അത് കണ്ടു തന്നെയായിരിക്കും പിന്നെ അവിടെ കാണാം. മലയാള സിനിമകളൊക്കെ കാണാം. പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം ഒക്കെ ഉള്ള സമയ സാഹചര്യമൊക്കെ അനുസരിച്ച് സംഗീതം ആസ്വദിക്കും. അത് പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുമ്പോൾ സംഗീതം അത് ആസ്വദിക്കും. അപ്പോൾ സന്തോഷമാണ്. പിന്നെ പുസ്തകങ്ങൾ ചെറുതായി ചെറിയ ഈ നല്ല ചിന്തകളൊക്കെ വരുന്ന അത് വായിക്കാനും ഒക്കെ താല്പര്യമുണ്ട്. പിന്നെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അത് നല്ല ഒരു ആത്മീയ ചിന്ത, അത് ആര് പറഞ്ഞാലും ആത്മീയ ചിന്തകളൊക്കെ വരുന്ന, ദർശനങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതൊരു ജീവിതത്തിൻ്റെ
ലഭ്യത അനുസരിച്ചുള്ള ഒരു ക്രമീകരണം. നമ്മുടെ വൈദികരെ കന്യാസ്ത്രീകളെയൊക്കെ നമ്മൾ വളരെ ഒരു വലിയ ചട്ടക്കൂടിലിട്ട് നിർത്തിയിരുന്നൊരു കാലം മാറി. ഇപ്പോൾ അവരുടെ കഴിവുകൾ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള എല്ലാ പുരോഹിതന്മാരും കലാകാരന്മാരാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കലാകാരന്മാർ. അപ്പോൾ അവർ ഇപ്പോൾ അവരുടെ കഴിവുകൾ ഇപ്പം നൃത്തത്തിലാണെങ്കിൽ ഇഷ്ടമുള്ള ലോഹ ഇട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോകളൊക്കെ കാണാറുണ്ട്. കന്യാസ്ത്രീകൾ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. താങ്കൾ അതൊക്കെ കാണുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നുണ്ട്. സന്തോഷമാണത്. ഈ ലോഹയിട്ട് ഈ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊന്നും നമുക്ക് തൊട്ടുകൂടാത്ത കാര്യങ്ങളല്ല. ഇനി ഈ കലയും സാഹിത്യവും ഏറ്റവും കൂടുതൽ രൂപപ്പെട്ടത് ഈ ആശ്രമ വളപ്പുകളിലാണ്. യൂറോപ്പിലെ ആയാലും എവിടുത്തെ ആണെങ്കിലും അത് അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ രീതിയിൽ. പക്ഷെ നമ്മൾ പുറമേ ഇങ്ങനെ കാണപ്പെടുകയും വൈദികരായി കാണപ്പെടുകയും നമ്മുടെ ഉള്ളിലെ സത്ത ഈ വൈദിക അല്ലെങ്കിൽ സന്യാസ ജീവിതവുമായി ബന്ധമില്ലാത്തതാകുകയും ചെയ്യുമ്പോൾ ഒരു കൺഫ്രണ്ടേഷൻ വരും. ഒരു പുരോഹിതൻ നല്ല ഗായകനാകുന്നത് ഒരു തടസ്സമില്ലെന്നല്ല, നല്ലതല്ലേ? അത്രയും പേരിലേക്ക് നല്ല വാർത്തകൾ എത്തിക്കാമല്ലോ. ഇനി ഒരു ഉദാഹരണം, ഒരു വൈദികൻ സിനിമയിൽ അഭിനയിക്കാൻ വില്ലൻ റോള് മാത്രമേ എടുക്കുകയുള്ളൂ എങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു പുരികം ഒന്ന് ചുളിയും. കാരണം അത് ഒക്കുന്നില്ലല്ലോ. ചിലപ്പോൾ സിനിമകളിലൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. കൊലപാതകിയുടെ കഴുത്തിലെ എപ്പോഴും കുരിച്ചു തൂക്കിയിടത്തുള്ളൂ. സങ്കടം വരുന്ന കാര്യം എന്താണ് സൂചിപ്പിക്കുന്നത്? ഒന്നേ ക്രിസ്ത്യാനികളെല്ലാം കൊലപാതകികളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കാം. യേശുക്രിസ്തുവുമായി ഇതിന് ബന്ധമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തൂക്കിയിട്ടേക്കുന്ന കുരിശ് അത് ഫാഷനാണോ, അതോ ഒരു അറ്റംപ്റ്റാണോ, അതോ ഒരു മിസ്കമ്മ്യൂണിക്കേഷനാണോ അറിഞ്ഞുകൂടാ. വയസ്സിനെ കുറിച്ച് താങ്കൾ പറഞ്ഞിട്ടുള്ളത് പഴയൊരു അഭിമുഖം കണ്ടപ്പോൾ 60, 59 ശേഷമുള്ളത് 60, അത് കഴിയുമ്പോൾ 61, അത്രേ ഉള്ളൂ താങ്കൾക്ക് ഏജ് എന്ന് പറയുന്നത് മനസ്സിലായി. എങ്ങനെയാണ് ആഹാരക്രമവും വ്യായാമവും ഒക്കെ? ഈ പ്രായത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണല്ലോ അത് പറഞ്ഞു. നമുക്ക് മനസ്സാണ് വാസ്തവത്തിൽ നിശ്ചയിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു വരിക, മനസ്സാണ് പ്രായം നിശ്ചയിക്കുന്നത്. അത് സത്യമാണ്. നമുക്ക് പ്രായമായി എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ പിന്നെ പ്രായമായിപ്പോവും. 55 വയസ്സിൽ തന്നെ 70 പോവും. അപ്പോൾ മനസ്സ് തീരുമാനിക്കുന്ന ഒരു സ്പീഡുണ്ട്, അതനുസരിച്ച് അവൈലബിലിറ്റി അതെല്ലാം വരും. എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണക്രമങ്ങളൊക്കെയാണ് സന്തോഷം. അത് തനി നാടൻ ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ പ്രശ്നം അതൊന്നും നമുക്ക് തരത്തില്ലെന്നുള്ളതാണ്. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കാരെങ്കിലും കപ്പ പുഴുങ്ങി തരാൻ ഇഷ്ടപ്പെടുമോ? നമുക്കിഷ്ടമുള്ളത് അതായിരിക്കാം. ഒരു മുളക് പൊട്ടിച്ച് കഴിക്കുന്നതായിരിക്കും നമുക്കിഷ്ടം. അല്ലെങ്കിൽ ഒരു പച്ചമോര് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഉച്ചയ്ക്ക് ചോറ് ഉണ്ണുമ്പം അതൊന്ന് ഒഴിച്ച് കഴിക്കുന്നതാണ് നമുക്കിഷ്ടം. പക്ഷേ നമുക്ക് ഇവർ മട്ടൺ സ്റ്റൂവും ചിക്കൻ സ്റ്റൂവും വിളമ്പാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. ഇത് നമ്മളുടെ ഒരു ഭക്ഷണ രീതി. വ്യായാമമൊക്കെ ചെയ്യുമായിരുന്നു കൂടുതൽ. പക്ഷേ പലപ്പോഴും നമ്മുടെ സമയക്രമീകരണം അനുസരിച്ച് പലപ്പോഴും അത് സാധ്യമല്ലാതെ വരുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ ചില സമയത്ത് ഞങ്ങൾക്ക് ഒരു ലോങ് ഡ്യൂറേഷനൊക്കെ കിട്ടും സമയത്ത് അവിടെ കുറച്ചുകൂടി നമുക്കൊരു സമയം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പോലെ അങ്ങനെ ഒരു ഇതല്ല സാധിക്കുക. എങ്കിലും ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള, പിന്നെ നമ്മളുടെ ഈ ദൈനംദിന കാര്യങ്ങളിൽ നമ്മളുടെ ഈ യാത്രയും ഓട്ടവും നടപ്പും ഒക്കെ ആകുമ്പോൾ വ്യായാമം അങ്ങനെ തന്നെ കുറച്ച് കിട്ടും. വലിയ പ്രതിസന്ധി ഇല്ലാതെ കൊണ്ടുപോകാനുള്ള ക്രമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു വന്ന് നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യന് മഹത്വമുള്ളവനാണ്. പൂർണ്ണ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം. ആ സന്തോഷം ക്രിസ്മസിൻ്റെ ഈ കാലയളവിൽ എല്ലാവർക്കും, പുതുവത്സരത്തിൻ്റെ കാലയളവിൽ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഊർജ്ജം എന്നും നിലനിൽക്കട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സരാശംസകൾ. താങ്ക് യു.